കർത്താവിൻ്റെ മഹത്വമേറിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ വിശുദ്ധ വേദവുമായി നിങ്ങളുടെ അടുക്കൽ ഒരിക്കൽ കൂടെ എത്തുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥം മനുഷ്യവർഗത്തെക്കുറിച്ച് ശ്രദ്ധേയമായ ചില വസ്തുതകൾ, പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നിൻ്റെ മനുഷ്യൻ ലോകത്തിന് ഒരു വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാകുന്നു. കള്ളിനും കറുപ്പിനും കഞ്ചാവിനും മദ്യത്തിനും മദിരാക്ഷിക്കും അടിമപ്പെട്ട മനുഷ്യൻ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയിരിക്കുന്ന ഒരു കാലത്ത് ലോകം എത്തിച്ചേർന്നിരിക്കുന്നു. വ്യക്തികളിലെ സമരവാസനയും വ്യക്തികളിലെ ഉന്മൂലനാശപ്പെടുത്തുന്ന ചിന്തകളും സമൂഹത്തെ കാർന്നു തിന്നുന്ന നിരവധി പ്രശ്നങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് സമൂഹം ഉഴന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സമസ്യയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രപഞ്ച നിർമ്മാണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞ പ്രസ്താവനയോടുകൂടെയാകുന്നു മനുഷ്യവർഗത്തിൻ്റെ ഉത്ഭവം വിശുദ്ധ വേദപുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നത്. വേദപുസ്തകത്തിൻ്റെ അനിഷേധ്യമായ ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു മനുഷ്യൻ എന്ന് പറയുന്ന ഈ സമസ്യ. മനുഷ്യനെ ദൈവം നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താകുന്നു എന്നതിനെക്കുറിച്ച് ആ സൃഷ്ടിപ്പിൻ പ്രക്രിയ നടക്കുന്ന ഭാഗത്ത് തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടത്തിൽ വേല ചെയ്യുവാനും എന്നെ ആരാധിക്കുവാനും നീ സമയങ്ങൾ വേർതിരിക്കണമെന്ന് രേഖപ്പെടുത്തി. എന്നാൽ സാത്താൻ്റെ ദംശനമേറ്റ് പരാജയപ്പെട്ട മനുഷ്യൻ ആ രണ്ട് ചിന്തകളിൽ നിന്നും വ്യതിചലിച്ച് മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദംശന വാസന വളരെ കൂടുവാനിടയായിത്തീർന്നു. ഇന്നിൻ്റെ മനുഷ്യൻ ആ ഭാഗത്തു നിന്നും ആ കാലഘട്ടത്തിൽ നിന്നും കാതങ്ങൾ സഞ്ചരിച്ച് 21-ാം നൂറ്റാണ്ടിൻ്റെ പുത്തൻ പാദത്തിൽ കാലി ചവിട്ടി നിൽക്കുമ്പോൾ എവിടെയും എത്തിപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യവാസം വളരെ ദുഷ്കരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പനെ വെട്ടിക്കൊല്ലുകയും അമ്മയെ കൊലപ്പെടുത്തുകയും സഹോദരന്മാരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന തലമുറയുടെ വ്യാപനം വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. കുറ്റവാസന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിവിശേഷത്തിൻ്റെ ആ പരിലാളനയിലേക്ക് കടന്നു വരാത്ത മനുഷ്യനെ കുറ്റവാസനയുള്ള മനുഷ്യനായി നമുക്ക് കാണുവാനിടയായിത്തീരും. പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. അതാകുന്നു കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുകൂടെ മനുഷ്യജീവിതത്തിൽ പാപത്തിൻ്റെ എല്ലാവിധമാകുന്ന അന്ധകാരത്തിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ ദൈവം പുതിയ പദ്ധതി ഉണ്ടാക്കുവാനിടയായി. ആ പദ്ധതിയുടെ അനുഗ്രഹീതമായ ചേതോവികാരമാകുന്നു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവമകനായി ജീവിക്കുക എന്നത്. ഇന്നിൻ്റെ മനുഷ്യൻ ലോകത്തിന് വിപത്തായി മാറിയിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ ലോകത്തിന് വാസനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരും. 12-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: ദൈവമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തപുണ്യന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെയും ചരിത്രം നാം പരിശോധിച്ചാൽ മനുഷ്യൻ ഇത്രയും കുറ്റവാസന ഇല്ലാത്തവരും സ്നേഹമുള്ളവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരും ഒക്കെയായി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടമുണ്ടായി. കാലം ഒരു പ്രാവശ്യം കറങ്ങിത്തിരിഞ്ഞപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. കുറ്റവാസനയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ വരുന്നത് മനുഷ്യനാകുന്നുവെന്നും മനുഷ്യൻ്റെ കുറ്റവാസന മറ്റുള്ളവർക്ക് ദോഷകരമായി ബാധിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭക്തനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കുക എന്നത്
ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭക്തന്മാരെന്ന് നിരൂപിക്കുന്ന ആളുകൾ പോലും കുറ്റവാസനയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കാണുവാനിടയാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരെന്ന് നിരൂപിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ സംജാതമായിട്ടുണ്ട്. മനുഷ്യൻ ജീവിതത്തിൽ കുറ്റങ്ങൾ ചെയ്യുന്നവർ ആകുന്നുവെങ്കിലും ആ കുറ്റവാസനയിൽ എന്നുമെന്നും മുന്നോട്ട് പോവുക എന്നത് ഒരു ദുഷ്കരമായ വസ്തുതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ പരാജയം സംഭവിച്ചു പോയാൽ ആ പരാജയത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് വീണ്ടും നല്ലവനായി ജീവിക്കുക എന്നത് പരമപ്രധാനമായ ഒരു വസ്തുതയാകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാകുന്നു, ദൈവമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അതെ, തീർച്ചയായും ഭക്തന്മാർ നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം അടുത്ത വാചകത്തിൽ പറയുന്നു. മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാകുന്നു. വിശ്വസ്തത മനുഷ്യൻ്റെ ജീവിതത്തിൽ തെല്ലുമില്ലാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. ഒരുവൻ മറ്റവനെ പരീക്ഷിക്കുവാനും ഒരുവൻ മറ്റവനെ ഇല്ലാതാക്കുവാനും ഒരുവൻ മറ്റവൻ്റെ ജീവിതത്തിൽ കടന്നുകയറ്റം നടത്തി അവൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നിരവധി സ്വഭാവവിശേഷങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുവാൻ കഴിയും. ഭക്തന്മാരുടെ ഇടയിൽ പോലും അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ പോലും ഇത്തരം കുറ്റവാസനകൾ ധാരാളം കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക, ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക. അതാകുന്നു നമ്മിൽ കാരണീയമായ വസ്തുത. ദൈവമേ, നീ എൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ വിശുദ്ധീകരിക്കണമേ. ഒരിക്കൽ കൂടെ പരമമായ ലക്ഷ്യത്തിലേക്ക്, യേശുവിനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ആ അവസരത്തിലേക്കും ചിന്തകളിലേക്കും എന്നെ മടക്കിക്കൊണ്ടുവരണമേ. എന്നെയും എൻ്റെ സമസൃഷ്ടികളെയും അത്തരത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ നിനക്ക് പ്രസാദമേ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.